ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ സുഖമാണോ? ഞായറാഴ്ച ദിവസത്തിന്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും കേട്ടോ. സുഖമായിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു കേട്ടോ. നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് സ്നേഹമാർ. കുഞ്ഞുങ്ങളെ ഒന്ന് കൈ ഉയർത്തിക്കേ. ഹായ്, പ്രൈസ് ദി ലോർഡ്. ഞാനവർക്കാണ് ഇവിടെ സെമിനാരിയിലെ പ്രദേശം പറയാണ്. അതായത് വലിയ പ്രായം കൂടി കുറച്ച് പ്രായമുള്ളവരുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുമ്പോൾ അതല്ല, പുള്ളി കൈ ഉയർത്താൻ സമ്മതിക്കുകയല്ല ബാക്കിയുള്ളവർ. എന്നിട്ട് പറയും പ്രായമുള്ളവരെ വിളിക്കുന്ന സമയത്ത് കൈ ഉയർത്തിക്കുക. അങ്ങനത്തെയൊക്കെ അപ്പൊ എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു സാധ്യതയൊക്കെ ഞാൻ കാണുന്നുണ്ട്. ചെറിയ കുഞ്ഞുങ്ങളും വലിയ കുഞ്ഞുങ്ങളും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയിക്കാനുള്ളൂ. ഒന്ന്, ഒരാൾ പറഞ്ഞൊരു പ്രാർത്ഥന നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതിതാണ് 7 മൂലപാപങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥന അച്ഛൻ നടത്തുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്കിന്ന് ഒരു നന്മയും ചൊല്ലി പ്രത്യേകിച്ച് ഒരു ബ്ലെസ്സിങ് അങ്ങനെ ചെയ്യാം. പിന്നെ 2, നവംബർ മാസത്തിൽ ഡീക്കന്മാർക്ക് വേണ്ടിയിട്ട് പൊതുവായിട്ട് അട്ടപ്പാടിയിൽ കൽക്കുരിശ് മലയിൽ കൽക്കുരിശ് മലയിൽ പിന്നെ വൈകിട്ട് ധ്യാനം നടക്കുന്ന ആ സ്ഥലത്ത് ഒരു ഡീക്കന്മാർ ധ്യാനം വെച്ചിട്ടുണ്ട്. അതായത് ഈ വർഷം ഡിസംബർ ജനുവരി അല്ലെങ്കിൽ ഏപ്രിൽ മെയ്യോ അങ്ങനെയൊക്കെയുള്ള പട്ടമുള്ള ഡീക്കൻ പട്ടം കിട്ടിയ ഡീക്കന്മാരെ ഉദ്ദേശിച്ച് നടത്തുന്ന ഒരു ധ്യാനമാണ്. നവംബർ 23, 28 അപ്പൊ നിങ്ങളുടെ അടവിലൊക്കെ പട്ടം കിട്ടുന്ന ഉള്ള ഡീക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുന്നതല്ല. കുറെ പേര് ഓൾറെഡി 2-3 ഡീക്കന്മാർ ധ്യാനം കഴിഞ്ഞു. എന്നെ സംബന്ധിച്ചിട്ടുണ്ടാവും. നിങ്ങൾ സംബന്ധിക്കാത്ത ആരുണ്ടെങ്കിലും ഒന്ന് അറിയിക്കണം കേട്ടോ. ഒരു കുടുംബമല്ലേ, വിശേഷമൊക്കെ അറിയിക്കുക. പ്രൈസ് ദി ലോർഡ്. നന്മറും ചൊല്ലി മൂലപാപങ്ങളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയാമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് 111 സങ്കീർത്തനത്തിന്റെ 8 തിരുവചനമാണ്. തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: കണ്ണും പൂട്ടി വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു വചനമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. വചനം ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: കർത്താവിന്റെ പ്രമാണങ്ങൾ വിശ്വാസ്യമാണ്, വിശ്വസ്തയോടും പരമാർത്ഥതയോടും കൂടെ പാലിക്കപ്പെടാൻ അവയെ എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ആരും വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിലും ചില മനുഷ്യർ പറയാറുണ്ട്, എനിക്ക് ദൈവത്തെ മാത്രമേ ഈ ഭൂമിയിൽ വിശ്വാസമുള്ളൂ. ഞാൻ ഇച്ചിരി യോജിപ്പുള്ള ആളാണ്. പക്ഷെ മറ്റു മനുഷ്യർ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റിയല്ല. അവൻ വിശ്വസ്തനല്ലെന്നറിഞ്ഞിട്ടും അവനെ വിശ്വസിക്കാമെന്ന് പറയുന്ന ഈശോയുടെ ആധ്യാത്മികതയാണല്ലോ. ഈശോയാണ് പഠിപ്പിച്ചത് അല്ലെ. യൂദാസ് വിശ്വസ്തനല്ലെന്നറിഞ്ഞിട്ടും അവനെ വിശ്വസിച്ച് കൂടെ കൊണ്ടുപോവാണ്, ഒറ്റിക്കൊടുക്കുമെന്ന് അറിഞ്ഞിട്ടും. അത് നിങ്ങളുടെ ഭാഷ പറഞ്ഞ വേറൊരു ലെവലാണ് അല്ലെ. അല്ല. അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, അപ്പൊ അതുകൊണ്ട് ദൈവത്തെ മാത്രം വിശ്വസിച്ചുള്ളൂ എന്ന് പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവം എന്ന് പറഞ്ഞ ഈശോ എന്ന് പറഞ്ഞ വചനമാണ്. വചനത്തെ കണ്ണും പൊട്ടി വിശ്വസിക്കുക. മറ്റൊരു തലത്തിൽ എന്താ പറയുന്നത്, അവിടുത്തെ പഴയ നിയമത്തിലെ പ്രമാണം, കൽപ്പന, നിയമം എന്നൊക്കെ പറഞ്ഞ വചനത്തെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ അവിടുത്തെ വചനം വിശ്വാസ്യമാണ്. കണ്ണും പൊട്ടി വിശ്വസിക്കാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, ശുഭകരമായ നല്ല കാര്യം പറഞ്ഞ പോലെ അങ്ങനെ തന്നെയാണ്, സംശയം വേണ്ട. ഒരു കാര്യം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തന്നെ സംഭവിക്കും. പക്ഷെ ഒരു വചനം മാത്രം നോക്കിയാൽ പോരാ, എല്ലാ വചനവും നമ്മളിങ്ങനെ കീപ്പ് ചെയ്ത് പോകണമെന്ന് മാത്രം. അതിന്റെ കോണ്ടെക്സ്റ്റ് ഒക്കെ അതിന്റെ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ഒന്നും എടുത്ത് ഉപയോഗിക്കരുത്. എന്റെ അതൊക്കെ നോക്കി പോകണം. എന്നിട്ട് പറയാണ്, ഇനി ഇത് എന്തിനാ വചനങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന പ്രമാണങ്ങള്? അത് വിശ്വസ്തയോടും പരമാർത്ഥതയോടും കൂടെ പാലിക്കപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു ബോർഡ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ ഇറങ്ങരുതെന്നൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ടല്ല, പിന്നെയോ അത് പാലിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഒരു ബോർഡ് വെക്കുന്നത്. അല്ലെങ്കിൽ അപകടം വരും. ഇത് കർവാണ്, ഇവിടെ ഇത്ര അപകടം ഉണ്ടായിട്ട് എഴുതി വെക്കുന്നതിന് അതിന് പോയാൽ വേറെ പ്രശ്നം വരുന്നില്ല. സോ വി ആർ സപ്പോസ് ടു കീപ് ഇറ്റ്. നമ്മളത് പാലിക്കാൻ വേണ്ടിയിട്ടാണ്. അത് വെറുതെ പാലിച്ചാൽ പോരാ. സാധാരണ നിയമം പാലിക്കുന്ന പോലെ ഒന്ന് വിശ്വസ്തയോടുകൂടി. അത് മറ്റേ നമ്മൾ പറഞ്ഞു കേട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് ഭയങ്കര ഒരു വിശ്വസ്തത എന്നൊക്കെ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫെയ്ത്ത്ഫുൾനെസ് ഈസ് ഹോളിനെസ് എന്ന് പറയാറുണ്ട്. വിശ്വസ്തതയാണ് വിശുദ്ധി എന്ന് പറയാറുണ്ട്. എന്ന് പറയുന്നത് പോലെ അത്ര. പിന്നെ പരമാർത്ഥതയോടെ ആ ഹൃദയത്തിൽ, ഞാൻ കഴിഞ്ഞ പറഞ്ഞില്ലേ, ഈശോ നോക്ക് നമ്മുടെ നോട്ടത്തിൽ എല്ലാം ഓക്കെ ആയിട്ട് തോന്നുന്നല്ലേ പറഞ്ഞില്ലേ. പക്ഷേ ഈ ഹൃദയം നോക്കണം. അങ്ങനെ പാലിക്കപ്പെടാൻ വേണ്ടിയിട്ട് അത് സ്ഥാപിച്ചിരിക്കുന്നു. ഇത് സ്ഥാപിച്ചിരിക്കുകയാണ് അല്ലേ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാലും എത്ര ഒരു ഡിഗ്രി വഴി ഒരു കാര്യം സ്ഥാപിക്കുന്നത് പോലെ തന്നെയാണ് ഇതൊരു ഓരോ വചനം സ്ഥാപിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കർത്താവ് പ്രത്യേകം നിങ്ങൾ അങ്ങനെയുള്ളവരാണെന്ന് എനിക്കറിയാം. അതിലത്തിലൂടെയൊക്കെ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്ന രീതി അതൊക്കെ കൂടുതലായിട്ട് വളർത്തിക്കൊണ്ട് വരണം.
തക്ക സമയത്ത് വചനങ്ങൾ നിങ്ങളെ ബലപ്പെടുത്തും. ആ വചനത്തിലൊക്കെ വിശ്വസിച്ച് കണ്ണും പൂട്ടി നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഈശോ വരും രണ്ടാമത് എന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈശോ മരിച്ചുയർത്തു, കണ്ണും പൂട്ടി വിശ്വസിക്കണം. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം സംഭവിക്കും, കണ്ണും പൂട്ടി വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഈ വചനങ്ങളെല്ലാം സത്യം ഇങ്ങനെ തന്നെ സംഭവിക്കും. കർത്താവ് എനിക്ക് കൂടെ ഉണ്ട് കേട്ടോ. സ്തുതിക്കാം. ഹല്ലേലൂയ. ഉച്ചത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവ് അത്ഭുതകരമായ കൃപ കൊണ്ട്, അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ പൈശാചിക പീഡകളും അന്ധകാരശത്തിന്റെ ഉപദ്രവങ്ങളും എല്ലാ ശല്യങ്ങളുടെ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ചുവട്ടിൽ ചാട്ടി പായിക്കുന്നു. കർത്താവിന് വലിയ കൃപ ഇപ്പം നിങ്ങളുടെ മേൽ ആവസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവ് ദൈവ വചനങ്ങൾക്ക് ഓരോ കുഞ്ഞുങ്ങൾ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹം പ്രാപിക്കട്ടെ. രോഗികളായ കുഞ്ഞുങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഇവരുടെ കുടുംബങ്ങളെ തടസ്സങ്ങൾ യേശു നാമത്തിൽ ബന്ധിക്ക് വിട്ടൊഴിഞ്ഞ് കുരിശിന്റെ ചുവട്ടിൽ നിത്യാഗ്നി നിബന്ധിക്കപ്പെട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ 7 മൂലപാപങ്ങളിൽ നിന്നൊരു വിടുതൽ കർത്താവായ ദൈവമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കട്ടെ നിയോഗം വെച്ച് ആശീർവദിക്കുകയാണ്. കർത്താവ് അഹങ്കാരം, അലസത, അസൂയ, കോപം, മോഹം, ദ്രവ്യാഗ്രഹം, പിന്നെ കർത്താവെ കൊതി, ഭോഗാസക്തി ഇങ്ങനെ തുടങ്ങിയ എല്ലാ തരത്തിലുള്ള മൂലപാപങ്ങളുടെ വേരുകൾ ഓരോരുത്തരും കർത്താവെ പറഞ്ഞു പോകാൻ തക്കവിധം പരിശുദ്ധാത്മാവിന്റെ കൃപ വ്യാപരിക്കട്ടെ കർത്താവ്. ഇതിനെ ചെറുത്ത് ഒളിപ്പിക്കാൻ തക്കവിധം കൃപ നിറയട്ടെ കർത്താവ്. കർത്താവ് ഓരോ ചെറിയ കാടും പറിച്ചു മാറ്റുന്നത് പോലെ ദൈവകൃപയിൽ ആശ്രയിച്ചുള്ള പരിശ്രമം കൊണ്ട് മൂലഭാവത്തിൽ വിടുതൽ ഉണ്ടാകട്ടെ എന്ന് ആശീർവദിക്കുന്ന കർത്താവ്. ദുഷ്ടാരൂപകൾ ബന്ധിക്കുന്നു. കർത്താവിന്റെ കൃപ നിങ്ങളെ താങ്ങട്ടെ. പരിശുദ്ധ അമ്മയുടെ സേവന മാധ്യസ്ഥം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. നിങ്ങളുടെ പേരണ്ടുകാരായിരിക്കുന്ന വിശുദ്ധരും കാവൽമാരാകാതെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. തുറന്നുള്ള സമയം നിങ്ങൾക്ക് ഒരു അനുഗ്രഹത്തിന്റെ സമയമായി മാറട്ടെ. നമ്മുടെ കർത്താവ് ശംസിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.